ഇതിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ വടകര റൂട്ടിൽ യാത്ര ചെയ്യണ ഒരു ഫീലിങ്സ് ആണ്. കാരണം ഇടത്തെ ഭാഗത്ത് റെയിൽവേ സ്റ്റേഷന്, പിന്നെ ആ ഒരു റോഡുണ്ടല്ലോ വടകരക്ക് പോണ, ആ ഒരു റോഡും ഇങ്ങനെ പോണ പോലെയാണ് തോന്നുക. നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് കേട്ടോ. നിർത്തിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കണ്ടോ. കാണി ഒരു ചെരുപ്പിൻ്റെ കടയുണ്ട് കാണുന്നത്, ഒരു വണ്ടിമേല് പല ജാതി ചെരുപ്പുണ്ട്. പിന്നെ ആ ഫ്രണ്ടിൽ കാണുന്ന ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ചെരുപ്പാണ്. ഇങ്ങനത്തെ ഒരു ഏരിയയാണ് ചായ കുടിക്കാനായിട്ട്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്നത് പോലത്തെ ചായക്കടകളാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇവർക്കൊരാഗ്രഹം അതിലൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ നിർത്തി. പിന്നീട് ഇവരോട് ഇങ്ങനെ സംസാരിച്ച് ഇടപഴകിയപ്പോൾ നമ്മൾ വന്ന റൂട്ടിൽ ഒരു ഡാമിനെ മാതൃകയാക്കിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അത് നമുക്ക് മിസ്സായിട്ടുണ്ട് കാണാൻ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന റൂട്ടിലേക്ക് തന്നെ ഏകദേശം ഒരു 35 കിലോമീറ്ററോളം ഓടി. പിന്നീട് ഈ ഒരു പടനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്ത് എത്തിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള 2 പയ്യന്മാരെ കാണാൻ സാധിച്ചു. ഇനി നമ്മൾ രാവിലെ ഇവരെയും കൂട്ടിയിട്ടാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്.